കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സംഖ്യാപുസ്തകം 6-ാം അധ്യായം അതിന്റെ 24, 25, 26, 27 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഇതൊരു ആശീർവാദ വചനമാകട്ടോ. ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഫ്രൈസറോ ഈ സംഖ്യാപുസ്തകം 6-ാം അധ്യായമൊക്കെ തുടങ്ങുന്നെന്ന് പറയുന്നത് ഈ നാസിർ വ്രത അനുഷ്ഠാനത്തെ കുറിച്ചാണ്. ഇതുപോലെ വേർപാട് ലേലിയ സംഖ്യാപുസ്തകം 6-ാം അധ്യായം 1 തൊട്ട് ഏകദേശം 21 വരെ നാസിർ വ്രതക്കാരൻ എങ്ങനെ ആയിരിക്കണം, അവൻ എങ്ങനെയാണ് നാസിർ വ്രതം എടുക്കേണ്ടത്, ഒരു വ്രതം എടുക്കുന്നവൻ, നോമ്പെടുക്കുന്നവൻ, പോസിക്കുന്നവൻ, അവൻ ഏത് നിലയിലായിരിക്കണം അതെന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വചനമായിട്ട് ക്രൈസ്തവർക്ക് യാതൊരു ബന്ധവുമില്ല. ഈ നാസിർ വ്രത ഉടമ്പടിയെക്കുറിച്ച് അല്ലെങ്കിൽ നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾ വായിക്കണത്. എന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നതിനകത്ത് ഞങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കണം. ക്രൈസ്തവരുടെ എല്ലാ ഭാഗത്തോടെയും പറയാം, അത് വേർപെട്ട കുട്ടങ്ങൾക്ക് വരും. നാസീർ വ്രതം എന്ന് പറഞ്ഞാൽ, അല്ലെ, നാസീർ എന്ന എബ്രായ വാക്കിന് വേർപാടുകാരൻ എന്നാണ് അതിന്റെ അർത്ഥം. പ്രൈസോ എന്നുള്ള ദൈവത്തിന് വേണ്ടി സമ്പൂർണമായും ചിട്ടിക ഉല്ലാസങ്ങളിൽ നിന്നും വേർപെട്ടവൻ ആയിരിക്കണമെന്നാണ്. അതിന്റെ ഒരുപാട് നിയമവ്യവസ്ഥകൾ പറയുന്നുണ്ട്. അതിലല്ല നമ്മുടെ മെസ്സേജ്. ഞാൻ നിങ്ങളെ ഓർപ്പിച്ചെന്ന് മാത്രം പുസ്തക തുടക്കത്തെക്കുറിച്ച്. സംഖ്യാപുസ്തകം 6-ാം അധ്യായം അല്ലേലൂയ അതിന്റെ 22 തൊട്ടുള്ള 27 വാക്യങ്ങൾ ജനത്തെ അനുഗ്രഹിക്കുന്ന വിധത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനത്തെ എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടത് പ്രേക്ഷക എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഈ ആശീർവാദ വചനങ്ങൾ പവിത്രതയുടെയും ആരാധനയുടെയും ഘടകങ്ങളെ തമ്മിൽ സംയോജിപ്പിക്കുന്നു. പ്രേക്ഷക ഹൃദയശുദ്ധി ഉള്ളവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കും. പ്രേക്ഷക ആർക്കാണ് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നത്? ഹൃദയശുദ്ധി ഉള്ളവർക്ക്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരാ. അല്ലേ? അപ്പം നമ്മള് സ്തോത്രം, ഹൃദയശുദ്ധി ഉള്ളവരാണ് ഭാഗ്യം. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിന്റെ ഹൃദയത്തിനകത്ത് സകല അശുദ്ധിയും വെച്ചുകൊണ്ട് നീ എത്ര അനുഗ്രഹത്തിലൂടെ പ്രാർത്ഥിച്ചാലും ഒരിക്കലും അനുഗ്രഹം കിട്ടത്തില്ല. പലരുടെ അനുഗ്രഹം തടസ്സമുണ്ട്. ഹൃദയത്തിനകത്ത് അശുദ്ധി വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രേക്ഷണം എന്നോ എന്റെ ഹൃദയത്തിന്റെ അശുദ്ധിയെ നീ നീക്കിക്കളഞ്ഞിട്ട് വിശുദ്ധിയിലേക്ക് വരുന്നോ, വേർപാട് നീ ആചരിക്കുന്നോ, വേർപെട്ട അനുഭവത്തിലേക്ക് വരുന്നോ, അന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. അല്ലേലൂയ. അപ്പം അങ്ങനെ വേർപാട് പാലിക്കണം. അവർ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. ഹൃദയശുദ്ധിയുള്ളവരാ. ഹൃദയശുദ്ധിയുള്ളവർക്ക് ഒരിക്കലും ദൈവത്തെ മറക്കാൻ പറ്റത്തില്ല. ഹൃദയശുദ്ധി ഉള്ളവർ ഒരിക്കൽ പോലും ഒരാരാധന മുടക്കത്തില്ല. ഹൃദയശുദ്ധി ഇല്ലാത്തവർ ആരാധന മുടക്കിയിട്ട് സഭയ്ക്കകത്ത് വന്ന് വളരെ തന്ത്രങ്ങൾ മെനയും. പാമ്പെഴഞ്ഞു പോകുന്നത് പോലെ പലരുടെ സാക്ഷ്യം നിങ്ങൾ സഭയിൽ കണ്ടിട്ടില്ലേ? ആരാധന മുടക്കിയിട്ട് പിറ്റേ ആഴ്ച സഭയിലേക്ക് വന്നിട്ട് അതെന്താണെന്ന് നമ്മളിത് പറഞ്ഞ് ആ വ്യാജം ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് സാത്താൻ ഈ പാമ്പെഴയുന്നത് പോലെ വിശ്വാസി എഴഞ്ഞ് സഭയെ സാക്ഷ്യം പറഞ്ഞതല്ലേ? സ്തോത്രം. ശരിയല്ലേ? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളാം കേട്ടോ. അല്ലേ? അപ്പൊ ഹൃദയശുദ്ധി ഉള്ളവർ എന്ത് ചെയ്യും? നിരന്തരം ദൈവത്തെ ശ്രദ്ധിക്കാൻ വേണ്ടി ആരാധനയെ ദൈവം മുടക്കി കളയത്തില്ല. അല്ലേ? അപ്പൊ ഇവിടെ ഈ ആശീർവാദ വചനങ്ങൾ എല്ലാ കാലത്തുമുള്ള ദൈവജനം ആവർത്തിക്കുന്നു. ഈ പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ഇസ്രായേൽ ആശീർവദിച്ച വചനങ്ങൾ ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലേ? അപ്പൊ ഈ യഹൂദന്മാർ പരസ്പരം അഭിവാദനം ചെയ്തിരുന്ന അല്ലെങ്കിൽ ഷാലോം എന്ന പദത്തിന് സമാധാനം എന്നതിനേക്കാൾ സമ്പൂർണ്ണ ക്ഷേമം എന്നൊക്കെ അർത്ഥമുണ്ട്. യഹൂദന്മാർ തമ്മിൽ ഷാലോം എന്ന വാക്ക് പറഞ്ഞ് അന്യോന്യം അല്ലെങ്കിൽ അവർ വന്ദനം ചെയ്യുമായിരുന്നു. അതിന് പൂർണ്ണ സമാധാനം എന്ന പദത്തിന് അല്ലെങ്കിൽ പൂർണ്ണ അല്ലെങ്കിൽ സമ്പൂർണ്ണ ക്ഷേമം എന്നും അർത്ഥമുണ്ട്. അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ക്ഷേമം പരീക്ഷിക്കുന്നതിന് പര്യാപ്തമായ അല്ലേലിയ ശക്തി അടങ്ങിയിരിക്കുന്ന വാക്കുകളോടുകൂടിയാണ് അത് കരുതപ്പെട്ടിരിക്കുന്ന ഈ ആശീർവാദ വചനങ്ങൾ. പ്രൈസോ. അല്ലേലിയ
ഇവിടെ അനുഗ്രഹം അല്ലെങ്കിൽ ദൈവഹിതത്തിന് വിധേയമാണ്. അനുഗ്രഹമൊക്കെ ദൈവഹിതത്തിന് വിധേയമാണ്. നമ്മളെ ദൈവം ഇഷ്ടം പോലെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. ചിലർ പറയും എനിക്ക് എന്നെ ദൈവം അനുഗ്രഹിക്കത്തില്ല, എനിക്ക് ദൈവം അനുഗ്രഹം തരത്തില്ല, എന്നെ ദൈവം മറന്നുപോയി, എന്നെ ദൈവം കണ്ടില്ല. ഞാനും അങ്ങനെ പറയാറുണ്ട് കേട്ടോ. നിങ്ങളെപ്പോലൊക്കെ തന്നെ വിളമ്പുറു എന്നെ ദൈവത്തിന് വേണ്ടേ, എന്നെ ദൈവം മറന്നു കളഞ്ഞു, എന്നോട് ദൈവത്തിന് സ്നേഹമില്ല, ഇതൊക്കെ എൻ്റെ ഉള്ളിൽ കടന്നു വരും. പക്ഷെ അത് ദൈവത്തിന് ഇഷ്ടമില്ല. അല്ലേ? ദൈവം എത്ര വേദനിക്കുന്നു പറയാം നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, പിറുപിറുക്കുന്നു. അപ്പം ദൈവ വചനത്തിനും ദൈവഹിതത്തിനും വിധേയപ്പെട്ടാണ് അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതായത് അല്ലെങ്കിൽ നാം ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്തുവിന്റെ അനുഗ്രഹം കിട്ടണമെന്നില്ല. ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർ നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞതുകൊണ്ടും നമുക്ക് ക്രിസ്തുവിന്റെ അനുഗ്രഹം കിട്ടത്തില്ല. അല്ലേ? ക്രിസ്തുവിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം. രക്തം ചെയ്യും. നിരന്തോറും നീ പള്ളിയിൽ പോകുന്നുണ്ട്, നിരന്തോറും നീ പള്ളിയിലെ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, വളരെ ശ്രേഷ്ഠനാണ്, നീ പള്ളിയിലെ പ്രധാനിയാണെന്ന് പറഞ്ഞാലും നിനക്ക് ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ ഒരനുഗ്രഹവും കിട്ടത്തില്ല. ലോകപ്രകാരം നീ ഒരുപാട് വാരിക്കോരിയൊക്കെ കൊണ്ടുവന്നാലും ഒരു സമയത്തെല്ലാം തകർന്ന് തരിപ്പണമാകും. പ്രൈസലോ. അപ്പൊ എല്ലാത്തിനും ദൈവമൊക്കെ അമ്മയെ ഹൃദയശുദ്ധി ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ദൈവം നമ്മെ ഇഷ്ടം പോലെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. എങ്ങനെയാണ് ദൈവം തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നത്? മാലാഖയുടെ പുസ്തകം 3:10 വായിച്ചാൽ കാണാൻ, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോൾ അവൻ അനുഗ്രഹിക്കുമെന്ന്, സമൃദ്ധിയായിട്ട്. പൗലോസിന്റെ ഭാഷയിലൂടെ നോക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ഹല്ലേലൂയ. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിന് തുറന്ന് സുവിശേഷം പൂർണ്ണമായി തീർത്തു തരുമെന്ന് നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. ഇതൊക്കെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടത് പ്രാപിക്കുന്നില്ല? എന്തുകൊണ്ടതിന് ലഭ്യമാകുന്നില്ല? അതൊരു ചോദ്യമാണ്. അല്ലേ? നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എന്നെ ഇതുപോലെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ട് കർത്താവ് നീ അനുഗ്രഹിക്കാത്തത് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? പ്രൈസലോ. നിങ്ങൾ ചോദിക്കണം. കർത്താവ് ഇത്രമാത്രം വാഗ്ദത്തങ്ങൾ, ഇത്രമാത്രം അനുഗ്രഹത്തിന്റെ വചനങ്ങൾ, ആശീർവാദ വചനങ്ങളൊക്കെ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊന്നും പ്രാപിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊന്നും കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ഇതുവരെയെങ്കിലും ചോദിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ നീ വചനം കേൾക്കുമ്പോൾ നീ കർത്താവോട് ചോദിക്കെങ്കിൽ കർത്താവ് നിന്നോട് സംസാരിക്കും എന്തുകൊണ്ട് അത് കിട്ടാത്തതെന്ന്. ഹല്ലേലൂയ. ഞാൻ കർത്താവോട് ചോദിച്ചു കേട്ടോ. അപ്പം കർത്താവോട് ഹൃദയശുദ്ധി ഉള്ളവരെ ഞാൻ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. അയ്യോ, എനിക്കത് ഭയമായി. അപ്പോഴും എനിക്കൊന്ന് മനസ്സിലായി എൻ്റെ ഹൃദയത്തിലൂടെ അശുദ്ധി ഉണ്ടെന്നാണ്. എന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്റെ ഹൃദയത്തിന്റെ അശുദ്ധി മുഴുവൻ നീ നീക്കണമേ, വെടിപ്പാക്കണമേ. എന്റെ ഹൃദയത്തിൽ അശുദ്ധി വരരുത്. എനിക്ക് അവിടുത്തെ സമ്പൂർണ്ണമായ അനുഗ്രഹം ആവശ്യമാണ്. എന്റെ ഹൃദയത്തിനകത്ത് ശുദ്ധി. ഞാൻ വേർപാടുകാരൻ, എല്ലാത്തിനും വേർപെട്ടവനായിരിക്കും. ജട്ടിക്ക് ഉല്ലാസങ്ങൾ എനിക്ക് വേർപെട്ടിരിപ്പാൻ കൃപ നൽകണമേ. എന്റെ ജഡത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന എല്ലാ ചിന്താഗതികൾക്കും മാറ്റം തരണം. എന്റെ ജഡത്തിൽ വരുന്ന മോഹങ്ങളിൽ എനിക്ക് വിടുതൽ നൽകണം. എന്റെ ജഡത്തെ നശിപ്പിക്കുന്ന, എന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന എന്റെ ഉള്ളിലേക്ക് കടത്തുന്ന മോഹങ്ങൾ അത് സാത്താന്റേതാണ്. അത് എന്നിൽ വർദ്ധിക്കരുത്, വളരരുത്. അതിന്റെ പ്രലോഭത്തെയും വീഴരുത്. എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. എനിക്ക് അങ്ങനെ അനുഗ്രഹം ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കകത്ത് ലജ്ജയൊന്നുമില്ല കേട്ടോ. നമ്മൾ കർത്താവിന്റെ മക്കളല്ലേ. എന്നെ കേൾക്കുന്ന മാതാവിൻ പിതാവ്, നീ ദൈവത്തിന്റെ മകനാണ്, മകളാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഹൃദയശുദ്ധിയുള്ളവനായിരിക്കണം, ഹൃദയശുദ്ധിയുള്ളവളായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ ആശീർവാദ ഫലങ്ങൾ വായിക്കും. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കപ്പെടുമാറാകട്ടെ. അവന്റെ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ചില ആളുകളുമായിട്ട് സംസാരിക്കാറുണ്ട്. ഞാൻ അടുത്ത കാലത്തിട്ട് എൻ്റെ ഒരു കൂട്ടുശുശ്രൂഷകന്റെ അലിയ, എൻ്റെ സീനിയർ പാസ്റ്ററിന്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിന്റെ വൈഫുമായിട്ട് വയ്യാതിരിക്കുന്ന ആളാണ്, വളരെ വയ്യാത്ത ആളാണ്. അവർ കർത്താവിനോട് ഒരുപാട് അധ്വാനിച്ചിട്ടുള്ള കുടുംബമായിട്ട് ഞാൻ അവരുമായിട്ട് ഒരുപാട് സംസാരിക്കാറുണ്ട്, ദൈവത്തിനൊക്കെ. അപ്പൊ അവരുടെ മനസ്സിലെ പ്രത്യാശകളും ഒക്കെ എന്നോട് പറയാറുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് ഒരുപാട് സന്ദേശങ്ങളും എനിക്കറിയാവുന്ന പറയാറുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും ഹൃദയത്തിനകത്ത് ദൈവത്തോടുള്ള ചില ബന്ധങ്ങളുണ്ട്. നമ്മളെ തിരിച്ചറിയണം. എല്ലാവരെയും നമ്മൾ പുറമേ കണ്ട് അളക്കരുത്. അല്ലെങ്കിൽ പുറമേ എല്ലാം അളക്കേണ്ടത് ഒരു മനുഷ്യനോട് സംസാരിച്ച മനുഷ്യന്റെ ഉള്ളിലെ വേദനകളെ, സങ്കടങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണം. പ്രേക്ഷകരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയില് ഒരു താൽക്കാലിക ജീവിതമാണ്. ഇവിടെ ഒന്നും നമ്മൾ സ്ഥിരമല്ല. നമുക്കുള്ളതൊന്നും സ്ഥിരമല്ല. എല്ലാം അല്ലെങ്കിൽ 2012 പ്രളയം വന്നപ്പോൾ എല്ലാം പോയില്ലേ. കൊറോണ വന്നപ്പോൾ സ്വന്തം സഹോദരൻ മരിച്ചപ്പോൾ, സ്വന്തം മാതാവ് മരിച്ചപ്പോൾ, സ്വന്തം ഭാര്യ മരിച്ചപ്പോൾ ശവക്കോട്ടയിൽ പോലും, ശ്മശാനത്തിൽ പോലും ചെല്ലുവാൻ നിനക്ക് അധികാരം കിട്ടിയില്ല, അവകാശം കിട്ടിയില്ല. നിന്നെ ഒഴിവാക്കി നിർത്തി. അല്ലെങ്കിൽ
അത്രയൊക്കെ ഉള്ളൂ ഭൂമിയിലെ ജീവിതം കേട്ടോ. പക്ഷെ നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വാങ്ങുന്നതിനകത്ത് നീ ഒരിക്കലും ദൂരത്താകരുത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വാങ്ങിയെടുക്കുന്നതിന് നീ ദൈവത്തോട് അടുത്തിരിക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ ഉയർത്തും, അവന്റെ നാമത്തെ അറിയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ അവനെ വിടിവിക്കും, അവന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. സങ്കീർത്തനം 91 ഇല്ലേ? അവിടെ നമ്മുടെ ഹൃദയത്തിന് ശുദ്ധി വേണം. അല്ലേലൂയ. അപ്പൊ യഹോവ ഇന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും നൽകാൻ ആഗ്രഹിക്കുക. അവന്റെ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് കൃപയും സമാധാനം നൽകാൻ ആഗ്രഹിക്കുക. അപ്രകാരം ദൈവജനങ്ങളെ അനുഗ്രഹിക്കണമെന്ന പഴയ നിയമത്തിലെ പുരോഹിതന്മാർ കൽപ്പന ദൈവം നൽകിയിരുന്നു. ഈ വിധത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് ദൈവം കൽപ്പന നൽകിയിരുന്നു. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നതിന് ദൈവത്തിന് ഇഷ്ടമായിരുന്നു. ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നതിന് ദൈവത്തിന് ഇഷ്ടമായിരുന്നു. ഇന്നത്തെ പോലെ നീ മുടിഞ്ഞു പോകട്ടെ, നീ നശിച്ചു പോകട്ടെ, നീ കുത്തുപാള എടുക്കുന്ന ആരും പറയത്തില്ല. അല്ലേരിയ, അത് ഇന്നത്തെ കാലമാട്ടോ. അപ്പൊ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് ദൈവ കൽപ്പനയായതുകൊണ്ട് പുരോഹിതന്മാർ അത് ചെയ്ത് അനുഷ്ഠിച്ചു വന്നതുകൊണ്ടും സ്തോത്രം. അല്ലേരിയ, നമ്മളത് ചെയ്യണം. ഇന്നത്തെ പുരോഹിതന്മാരല്ല, ഇന്നത്തെ പുരോഹിതന്മാർ സ്വാർത്ഥരാണ്. അല്ലേരിയ, ഇന്നത്തെ പുരോഹിതന്മാർ സ്വാർത്ഥരാണ്. എനിക്ക് മാത്രം എന്റേത് ഞാൻ എന്നുള്ളതാണ് അവർക്ക്. അല്ലേരിയ. അപ്പൊ ഇവിടെ അല്ലേരിയ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചപ്പോൾ തന്റെ ലേഖനങ്ങൾക്കകത്തെല്ലാം അവസാനം എഴുതുമ്പോൾ കൃപയും കനിവും സമാധാനവും നിങ്ങൾ ഇരിക്കട്ടെ, നിങ്ങൾ ഉണ്ടാകുമാറാകട്ടെ എന്ന് പറഞ്ഞ് ആശീർവാദ വചനത്തോടെ പൗലോസ് തന്റെ ലേഖനങ്ങൾക്ക് അവസാനിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആശീർവാദ വചനത്തോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ലേരിയ, എല്ലാത്തിനും ആശീർവാദ അനുഗ്രഹം നല്ലതാണ്. പ്രൈസ്. പുതിയ നിയമത്തിൽ അല്ലേരിയ നമ്മളത് ചെയ്തു വരണം. നമുക്ക് വചനമായിട്ട് ബന്ധം. അല്ലേരിയ, നിങ്ങൾ ഈ സംഖ്യാപുസ്തകം 6-ാം അധ്യായം വായിച്ചിട്ട് നാസറുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കമന്റൊക്കെ തരണം കേട്ടോ. എനിക്ക് നിങ്ങളെ ഒന്ന് ആരൊക്കെയാണെന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലേരിയ, രക്തം ചെയ്യാം. ഞാൻ പലരെയും ശ്രദ്ധിക്കാറുണ്ട്. അപ്പം പാസ്റ്റർ വിശുദ്ധനാണ്, പാസ്റ്റർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഈ പുസ്തകം വായിക്കുന്നത് ദൈവത്തോട് എല്ലാ ദിവസവും ക്ഷമാപണം നടത്തുക. കർത്താവ് എന്റെ കുറവുകളെ ഓരോ ദിവസവും ക്ഷമിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തിൽ ശുദ്ധി നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ. കാരണം ഈ ആശീർവാദം വന്നിട്ട് എന്റെ ജീവിതത്തിൽ സമൃദ്ധിയായി അനുഗ്രഹിക്കണമെങ്കിൽ എന്റെ ഹൃദയത്തിൽ ശുദ്ധി ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്നെ അങ്ങ് വിധേയപ്പെടുത്താൻ തുടങ്ങി. ശ്രോതാവേ, സഹോദര സഹോദരി, അല്ലേരിയ, ഞാൻ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പലരുടെ സങ്കടങ്ങളൊക്കെ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അവരെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രൈസലോ. ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് പേരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പഴയ നിയമ പുരോഹിതന്മാരെല്ലാം ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള ദൈവകൽപ്പനയായിരുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അത് നമ്മളും ചെയ്യണം. പ്രൈസലോ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ തിരുമുഖത്തെ നിങ്ങൾ സത്യമായും വാസ്തവമായും അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് അധികമായി ലഭിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. പ്രൈസ്. ഒന്നുകൂടെ പറയട്ടെ, ദൈവത്തിന്റെ തിരുമുഖത്തെ നിങ്ങൾ സത്യമായും വാസ്തവമായി അന്വേഷിക്കണം. അല്ലേരി, ഇതിനിടയ്ക്ക് ഈ മായം ചേർക്കരുത്. ചിലർ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കും, സാത്താന്റെ മുഖം അന്വേഷിക്കും. പള്ളിയും വേണം, വേർപാടും വേണം. അല്ലേരിയ, അവർക്കെല്ലാം വേണം, ലോകവും വേണം, എല്ലാം വേണം. ഞങ്ങളത് വിടത്തില്ല. ഞങ്ങൾ അവിടെ തന്നെ, ഞങ്ങളുടെ പാരമ്പര്യമാണ്, ഞങ്ങളുടെ പണ്ടത്തെയാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന രണ്ടും വേണം. അല്ലെ, അവർക്കൊന്നും ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടാൻ പാടില്ല. താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും അത് ശാശ്വതമല്ല. അല്ലേ സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ തിരുമുഖത്തെ നിങ്ങൾ സത്യമായും വാസ്തവമായി അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് അധികമായി ലഭിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് സമാധാനമാണ്. രണ്ടാമത് കിട്ടുന്ന സമാധാനം. അപ്പൊ ദൈവത്തിന്റെ കൃപ വന്നാൽ സമാധാനം നമുക്കുണ്ടാകും. അല്ലേരിയ, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു എന്നല്ലേ തിരുവെഴുത്ത് പറയുന്നത്. അല്ലേരിയ, അങ്ങനെയെങ്കിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വരുന്നത് നല്ലതാണ്. അല്ലേരിയ, യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം അല്ലേരിയ അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം അല്ലേരിയ വന്നു. അപ്പൊ ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. പ്രൈസ് അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, മോശയ്ക്ക് മോശ മുഖാന്തരം ന്യായപ്രമാണം ലഭിച്ചു, കൃപയും സമാധാനം യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ചു. അവന്റെ നിറവിൽ നിന്ന് അല്ലേലിയ, അവന്റെ നിറവിൽ നിന്ന്
അല്ലേലിയ, സ്തോത്രം, അല്ലേലിയ. വായിക്കുന്നത് ഇതാണ്, അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1:16 വാക്കിലുണ്ട്. രണ്ട് വാക്യം അടുത്തടുത്താണ്, 17, 16, 17. ഞാൻ ആദ്യം പറഞ്ഞു 17 വാക്യം, 16 വായിച്ചാലും ഇങ്ങനെ കാണുന്നുണ്ട്, നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അത് നീ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, നീ യേശുവിന് വേണ്ടി നിന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, നീ ഒരു ദൈവ പൈതലായി മാറുമ്പോൾ, കൃപയും സത്യവും ദൈവം നിന്റെ മേൽ പകരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. മുമ്പ് നിനക്കില്ലാതിരുന്ന പലതും ദൈവം നിനക്ക് തരും. അപ്പൊ ഈ കൃപയും സത്യവും നിന്റെ ഉള്ളിൽ വരണമെങ്കിൽ നീ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവനെ കൈക്കൊണ്ട്, ആരെയാ? യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം തന്നു. അങ്ങനെ നാം ദൈവമക്കളായി കർത്താവ് യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, കർത്താവ് നീ എന്റെ രക്ഷകനാണ്, നീ എന്റെ വീണ്ടെടുപ്പുകാരനാണ്, നീ എന്റെ ഉദ്ധാരകനാണ്, നീ എനിക്ക് നിത്യജീവൻ നൽകുന്നവനാണ്, പാപത്തെ ക്ഷമിച്ചതിന് എന്റെ പാപത്തിന് പരിഹാരം നൽകുന്നവനാണ്, അല്ലെങ്കിൽ എനിക്ക് നിത്യജീവൻ തന്നതാണ്, അങ്ങയുടെ മാത്രമാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശനം, അങ്ങാണ് എന്റെ പാപത്തിനു വേണ്ടി കുരിശിൽ മരിച്ചത്, ഞാനതിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം പകരുമ്പോൾ കർത്താവും അങ്ങനെ ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിക്കും. അമ്മേ മോശ മുഖാന്തരം ന്യായപ്രമാണം ലഭിച്ചെങ്കിൽ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം കൃപയും സത്യവും ദൈവം നിനക്ക് തരാൻ തുടങ്ങും. കൃപയും സത്യവും നിന്റെ ജീവിതത്തിൽ വന്നാൽ, ഹല്ലേലൂയ, നിന്നെ അധമ പാതാളത്തിൽ നിന്ന് ദൈവം വിടുവിച്ചെടുക്കുക. മനുഷ്യന്റെ ജീവിതം എന്താണ്? അധമ പാതാളത്തില, പാപത്തിന്റെ ആ വഴിയില. സാത്താൻ നമ്മളെ ഓരോ ദിവസവും വലിച്ചിഴച്ചുകൊണ്ട് പോവുകയാണ്. ഒരുപാട് വാഗ്ദാനങ്ങളും മോഹങ്ങളും ആശകളും ഇച്ഛകളും ഒക്കെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന, പ്രലോഭിപ്പിക്കുന്ന ആഗ്രഹങ്ങളെ നമ്മുടെ ഉള്ളിൽ തട്ടി ഉണർത്തുന്ന നിലയിൽ പിശാച് നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. ഒരു സ്നേഹിതന് നമ്മോട് ചേർന്ന് നടക്കുന്ന പോലെ സാത്താൻ ചേർന്ന് നടക്കുമെന്ന്, എന്നിട്ട് നമ്മളെ ചക്കരയും പാലും ഒക്കെ കാണിച്ച് നമ്മളെ മയക്കാൻ ശ്രമിക്കുവാൻ. ഹല്ലേലൂയ. എന്നിട്ട് അവന്റെ തന്ത്രങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച് നമ്മളെ പാപത്തിൽ വീഴിക്കുവാൻ ഈ സാത്താൻ ഭയങ്കര മിടുക്കനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പഴയ നിയമ വിശുദ്ധൻ, പഴയ നിയമ സാചരത്തെ, പഴയ നിയമ പുരോഹിതന്മാർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ദൈവകൽപ്പന ആയതുപോലെ തന്നെ പുതിയ നിയമത്തിലും പുതിയ നിയമ പുരോഹിതന്മാർ ദൈവജനത്തെ, സാചനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളത് ദൈവ കൽപ്പനയുടെ ഭാഗമായതുകൊണ്ട് നമ്മളത് പ്രാപിക്കണം. നിന്റെ എല്ലാ കഷ്ടതയും ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുക. നിന്റെ എല്ലാ സങ്കടങ്ങളും കർത്താവിനെ വിടുവിക്കാൻ ആഗ്രഹിക്കുക. നീ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്ത് നിരാശയായി സങ്കടപ്പെട്ടിരിക്കുകയല്ലേ? ഹല്ലേലൂയ. എന്നോട് പലരും പറഞ്ഞു, എന്റെ വാസു ഇന്നെ ഞാൻ ആ വിഷയത്തിൽ പ്രാർത്ഥിക്കത്തില്ല, എനിക്ക് ആ വിഷയത്തിൽ നീ പ്രാർത്ഥിക്കണ്ട. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ മടുക്കരുത്, പ്രാർത്ഥനയും മടുത്തു പോകരുത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പണ്ടേ പ്രാർത്ഥന നിർത്തിയേനെ. ഞാൻ പ്രാർത്ഥന മടുക്കത്തില്ല. എനിക്കറിയാം പ്രാർത്ഥനയാണ് എൻ്റെ ജീവന്റെ ആധാരമെന്ന് എനിക്കറിയാം. പ്രവേശനം, എൻ്റെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ എൻ്റെ പ്രാർത്ഥനയിലൂടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പ്രാർത്ഥനയിൽ ഒരിക്കലും മടുക്കത്തില്ല. അവിടെ നിങ്ങൾ പ്രാർത്ഥിച്ച് മടുക്കരുത്. ചിലർ ഇനിയും പ്രാർത്ഥിക്കത്തില്ല ആ വിഷയത്തിൽ. എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ഉടനെ കിട്ടിയില്ല. നീ പറഞ്ഞ ഉടനെ നിനക്ക് അനുഗ്രഹം കിട്ടാത്തത് നിന്റെ ഹൃദയം ശുദ്ധിയുള്ളതല്ലാത്തത് കൊണ്ടാണ്. ശരിയ രക്തം ചെയ്യും. മാതാവേ, പിതാവേ, നിന്റെ ഹൃദയം എപ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്നു, നിന്റെ ഹൃദയം പരിഭാവനമായി സുതാര്യമായി നിന്റെ ഹൃദയത്തിന്റെ അശുദ്ധി നീക്കി നിങ്ങൾ എപ്പോൾ ദൈവസേനയിൽ കടന്നു വരുന്നു, അപ്പോൾ നിന്റെ ഹൃദയത്തിന്റെ അശുദ്ധി മാറുന്ന നിമിഷം കൃപയും സത്യവും നിന്റെ ഹൃദയത്തിൽ നിറയും. മാത്രമല്ല, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും അതോടുകൂടെ വരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഈ കർത്താവുമായിട്ട്, ഹല്ലേലൂയ, ഈ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ബന്ധമാകരുത്. നമുക്ക് ഏറ്റവും അടുത്ത ബന്ധം കർത്താവാണ്. ഹല്ലേലൂയ. അത് എങ്ങനെ പറഞ്ഞെനിക്കറിയാം. കാരണം ഈ ലോകത്തിൽ എനിക്ക് ഭാര്യയുണ്ട്, മകളുണ്ട്. ഭാര്യ മരിച്ചു, പിന്നെ മകളുണ്ട്. അപ്പൊ ഞാൻ ഇവരെ രണ്ടുപേരെയും സ്നേഹിച്ചിരുന്ന കാര്യം, ഭാര്യ മരിച്ചപ്പോൾ മകളുണ്ടല്ലോ. ഈ ലോകത്തിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത ബന്ധം കർത്താവുമായിട്ടാണ്, പിന്നെ എന്റെ മകളുമായിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ എന്റെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, എന്റെ സഭാവിശ്വാസികള് എന്നെ സ്നേഹിക്കുന്നത് ഏറ്റവും ആദ്യം കർത്താവിനാണെന്നാണ് ഞാൻ പറഞ്ഞത്.
പ്രേക്ഷകരോട് അല്ലേറിയ നമ്മൾ ഈ സഹോദരങ്ങളോ മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ അയൽവാസികളോ സഭാവിശ്വാസികളെയോ അല്ലെ അവരെയൊക്കെ നമ്മൾ സ്നേഹിച്ചത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ ശുദ്ധീകരണം പറയുന്നില്ല. പ്രേക്ഷകരോട് അല്ലെ അവർ നമ്മളെപ്പോലെ മനുഷ്യരാണ്. എന്നാൽ നമ്മൾ കർത്താവുമായിട്ടാണ് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നെങ്കിൽ കർത്താവ് ഹൃദയശുദ്ധിയുള്ളവനായതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ തുടങ്ങും. രക്തം ചെയ്യും. പ്രൈസ്. അത് നിന്റെ കഷ്ടം മാറും, നിന്റെ സങ്കടം മാറും, നിന്റെ വേദന മാറും. അല്ലേലൂയ. നീ ഏത് രാജ്യത്തിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നാലും ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. ആദ്യം നിന്റെ പിറുപിറുപ്പൊന്ന് മാറണം. പിറുപിറുപ്പ് എന്ന് പറയുന്നത് ഹൃദയത്തിന് അശുദ്ധിയാണ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അവർ മാറയിലെത്തിയപ്പം വെള്ളം കയ്പായി. അവർ പിറുപിറുക്കാൻ തുടങ്ങി. അല്ലേ? ആ പിറുപിറുപ്പ് ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയത്തിന്റെ അശുദ്ധിയായി മാറി. അല്ലേ? 40 വർഷം വരെ മരുഭൂമിയിൽ കൂടി നടത്തിയപ്പോഴും ഒരു പിറുപിറുത്തു. അവർക്ക് മന്ന എല്ലാ ദിവസവും കൊടുത്തിട്ടും പിറുപിറുത്തു, കാടപ്പക്ഷി കൊടുത്തിട്ടും പിറുപിറുത്തു, പാറയിൽ പിളർന്ന് വെള്ളം കൊടുത്തിട്ടും പിറുപിറുത്തു. അപ്പൊ ഹൃദയത്തിന് അശുദ്ധി പിറുപിറുപ്പാ. അല്ലേ? അപ്പം പിറുപിറുപ്പ് എന്ന് പറയുന്ന ഒരശുദ്ധി നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നിന്റെ അനുഗ്രഹങ്ങൾ തടസ്സപ്പെടും. ഹല്ലേലൂയ. ചില ആളുകളാണല്ലോ ചുമ്മാ ഇരുന്ന് പിറുപിറുക്കും, പിച്ചുമ്പേയും വിളിച്ചു പറഞ്ഞു എന്തൊക്കെയോ അവർ പറയുന്ന അറിയത്തില്ല, ചുമ്മാ പിറുപിറുത്തോണ്ടിരിക്കും. പ്രൈസ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തിനുള്ളിലെ പിറുപിറുപ്പെന്നവർ മാറ്റി വേണം. ഇസ്രായേൽ മരുഭൂമിയിൽ ആയിരുന്നപ്പോൾ അവർ ദൈവത്തോട് പിറുപിറുത്തത് കൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ അശുദ്ധിയെ മനസ്സിലാക്കിയ യഹോവയായ ദൈവം അവരൊന്നിനും ആ വാഗ്ദത്ത കാനാൻ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. 20 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവരും മരുഭൂമിയിൽ മരിച്ചുപോയി, വീണുപോയി. അല്ലേറിയ. 20 വയസ്സിന് താഴോട്ടുള്ളവരും അതിനകത്ത് യോശുവയും കാലേബും മാത്രമാണ് കനാലിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. ആ 20 വയസ്സിന് താഴോട്ടുള്ളവരോടൊപ്പം അവർക്ക് നേതാവായിട്ട് നിന്നു. ബാക്കിയെല്ലാം പെട്ടുപോയി. എന്തുകൊണ്ടാണ്? ഹൃദയത്തിന്റെ അശുദ്ധി. അപ്പൊ നമ്മളെപ്പോഴും ദൈവത്തോട് ചെയ്യും, നമ്മളെ എപ്പോഴും ദൈവം അനുഗ്രഹിച്ച് അവിടുത്തെ തിരുമുഖം നമ്മളെ മുന്നിൽ പ്രകാശിപ്പിച്ച് കൃപയും സത്യവും തന്ന് നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിലെവിടെയാണ് തടസ്സമെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രയോജനം. ജോലി സ്ഥലത്ത് നീ പിറുപിറുക്കരുത്. അല്ലെ നിന്റെ സീനിയർ ഉദ്യോഗസ്ഥനെ കണ്ട് നീ പിറുപിറുക്കരുത്. മറ്റുള്ളവർക്ക് കൂടുതൽ സാലറി കിട്ടുന്നത് കാണുമ്പോൾ നീ പിറുപിറുക്കരുത്. നിന്നേക്കാൾ സൗന്ദര്യമുള്ളവരെ കാണുമ്പോൾ നീ പിറുപിറുക്കരുത്. നിന്നേക്കാൾ സമ്പത്തുള്ളവനെ കാണുമ്പോൾ പിറുപിറുക്കരുത്. നിന്നേക്കാൾ നല്ല വീടുള്ളവനെ കാണുമ്പോൾ നീ പിറുപിറുക്കരുത്. നിന്നേക്കാൾ നല്ല വണ്ടിയുള്ളവനെ കാണുമ്പോൾ പിറുപിറുക്കരുത്. നിന്നേക്കാൾ നല്ല വസ്ത്രം ധരിക്കുന്നവനെ കാണുമ്പോൾ പിറുപിറുക്കരുത്. അപ്പം നമ്മൾ മറ്റാരെയും കണ്ട് പിറുപിറുക്കരുത്. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചോണം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് എത്രമാത്രം നിങ്ങൾ കർത്താവിന്റെ തിരുമുഖം അന്വേഷിച്ച് അവനെ സ്തുതിക്കുമോ അത്രമാത്രം കൃപകൾ നിങ്ങൾ പ്രാപിക്കും. നിങ്ങൾ കർത്താവിന്റെ തിരുമുഖം അന്വേഷിച്ച് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും തോറും കൃപകൾ പ്രാപിച്ചുകൊണ്ടേയിരിക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അവൻ നീതിമാന്മാരായി ജീവിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റിലും കൃപ ആമേൻ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നീതിമാന്മാരായി നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റിലും കൃപ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങും. കൃപയ്ക്കകത്താണ് നീ എങ്കിൽ നിന്നെ ശത്രുവിൽ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കൃപയിൽ നിന്ന് വീട് പോയാൽ സാത്താൻ നമ്മെ കോതമ്പ് പാറ്റുന്നത് വരെ പാറ്റും. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, കൃപ നിന്നെ പൊതിഞ്ഞു നിൽക്കണം. കൃപയിൽ നിന്നെ പൊതിഞ്ഞു നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. പ്രൈസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളൊക്കെ ഈ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ നമ്മൾ സഹോദരിമാരൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ ആ കുഞ്ഞിനെയൊക്കെ ഈ പൊതിഞ്ഞ് നല്ല തുണിയിലൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവന്ന് അവരുടെ വീട്ടുകാരെ ഏൽപ്പിച്ച് പിന്നീട് ആ കുഞ്ഞിനെ ജീവിത സാഹചര്യം നന്നായിട്ട് പൊതിഞ്ഞ് സൂക്ഷിക്കത്തില്ല. കാറ്റ് കൊള്ളാതെ വെയിൽ കൊള്ളാതെ നന്നായിട്ട് പൊതിഞ്ഞ് സൂക്ഷിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ കരുതല്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഉദാഹരണം പറയാം കേട്ടോ, എൻ്റെ ചിന്തയാകട്ടോ, നിങ്ങൾ തെറ്റിത്തേ. എന്ന് പറഞ്ഞാലും നമ്മളെല്ലാം ദൈവത്തിന് ശിശുക്കളാണ്. നമ്മളെല്ലാം ദൈവത്തിന് ശിശുക്കളാണ്. ശിശുക്കളായിരിക്കും നമ്മളെ കൃപ കൊണ്ട് പൊതിയ ഒരു പിഞ്ചു കുഞ്ഞ് ശൈശവത്തിലുള്ള കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മെ അവിടുത്തെ കൃപയും സത്യത്തിനും പൊതിഞ്ഞു സൂക്ഷിക്കുക. പ്രയോജനം അനുഭവിക്കാൻ കഴിയണം, രുചിച്ചറിയാൻ കഴിയണം. അല്ലേ? അപ്പൊ നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിങ്ങൾ നീതിമാനായി ജീവിക്കുന്നതോറും കൃപ നിങ്ങളെ ചുറ്റികളും അനേകരുടെ സ്തോത്രത്തിനാൽ കൃപ പെരുകുന്നു. സഭ ഒന്നടങ്ങി എന്ന് സ്തോത്രം പറയുമ്പോൾ കൃപ പെരുകും, കൃപ വർദ്ധിക്കും, കൃപയിൽ നിറയും, കൃപയിൽ ആരാധിക്കും,
കൃപയിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. രാവിലെ തോറും അവന്റെ കൃപകൾ പുതിയതായിരിക്കുന്നു. ഹല്ലേലൂയ. നാം നിർമൂലമായി പോകാതിരിക്കുന്നത് അവന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപ രാവിലെ തോറും പുതിയതാണ്. അതുകൊണ്ടാണ് നാം തകർന്നു പോകാതിരിക്കുന്നത്. ഇന്നലത്തെ കൃപയല്ല ഇന്ന് ദൈവം നിനക്ക് തരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അനുഭവിച്ച കൃപയല്ല ദൈവം എനിക്ക് തരുന്നത്, പുതിയ കൃപയാണ്. ഞാൻ ഇന്നലെ രാവിലെ ഈ വീട്ടിൽ നിന്ന് എനിക്ക് കുന്നംകുളം വരെ ഒന്ന് പോകണമായിരുന്നു. കുന്നംകുളം വരെ ഒന്ന് പോകാനായിട്ട് ഞാൻ ഒരുങ്ങി പല പ്രാവശ്യവും വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇവിടെ ഇരിക്കുക പോകാൻ. മുറ്റത്തേക്ക് നോക്കും പോകാൻ തോന്നുക, അത്ര ചൂടാണ്, എരിപൊരി തീയാണ്, തീ പോലെ വെയിൽ നിൽക്കുക, കത്തുക. അപ്പൊ പല പ്രാവശ്യം നോക്കി പോകാതിരിക്കാനും പറ്റില്ല. പിന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങി വണ്ടിയിൽ കയറി കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ചൂടുണ്ട് അപ്പം അത്ര ചൂടേറിയ ആ അനുഭവത്തിന്റെ നടുവിലും എൻ്റെ യാത്രയിൽ ദൈവം എന്നെ കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് കൃപയും സത്യവും കൊണ്ട് നിറച്ച് ആ ചൂടത്ത് എനിക്ക് പോകാൻ പറ്റി. നിങ്ങളെല്ലാവരും അങ്ങനെ കേട്ടോ, ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. ഇപ്പൊ പറയാം കേരളം കത്തുക എന്നാ പറയുന്നത്, കേരളം കത്തുക. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ തൃശ്ശൂര് അല്ലെങ്കിൽ മുണ്ടത്തിക്കോട് വലിയ പടക്കശാലയ്ക്ക് തീ പിടിച്ചു. ഹല്ലേലൂയ. പടക്കശാലയ്ക്ക് തീ പിടിച്ച് എത്ര ആളുകളാണ് മരണപ്പെട്ടത്, എത്ര ആളുകളുടെ ശരീരമാണ് ഛിന്നഭിന്നമായി മാറിയത്. ചൂട് അത്രമാത്രം ബാധിച്ചു. ഞാൻ ഈ പ്രഭാതത്തിലും അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു വാർത്ത കണ്ടത്, ചൂട് കൂടിയതാണെന്നാണ് പറയുന്നത്. ചൂട് കൂടിയതാണ് അവിടെ തീപിടുത്തം ഉണ്ടായെന്നാണ് പറയുന്നത്. പ്രൈസില് ഞാൻ ആ മരണപ്പെട്ടു പോയവർക്കൊക്കെ എൻ്റെ അനുശോചനം അറിയിക്കുകയും കൂടെ ചെയ്യാൻ. അപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ദൈവത്തിന്റെ കൃപയിൽ സത്യം നിറഞ്ഞു നിൽക്കണം. അപകടം ഏത് സമയത്ത് എവിടെ നിന്ന് എങ്ങനെ വരും നമുക്കറിയത്തില്ല. അപകടം ഏത് മോഡലിലാണെന്ന് നമുക്കറിയത്തില്ല. അതേത് വേഷത്തിലെ വരും നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മുടെ തൃശ്ശൂർ ജില്ല കണതിയുടെ അനുഭവത്തിലല്ലേ ഇത്? തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ ലോകം മുഴുവൻ ചിന്തിച്ച് നോക്കണം. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ചുട്ടുപൊള്ളുന്ന വെയിലാണ്. നമ്മൾ വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യണം. ഞാൻ ഓരോ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് എന്നെ മാത്രമല്ല ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും എടുത്ത് കൃപയിൽ സത്യത്തിൽ നിറയ്ക്കണേ, സൂക്ഷിക്കണമെന്ന് പറയും. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരെല്ലാം കണ്ട് എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചാണ് പോകുന്നത്. അവിടെ എല്ലാം അന്തരെല്ലാം ഞാൻ കർത്താവ് ഈ ചൂടിനകത്തൂടെ യാത്ര ചെയ്യുന്നു. അവർക്ക് അശ്രദ്ധ ഉണ്ടാകരുത്, അവർ ശ്രദ്ധ തെറ്റിപ്പോകരുത്. ഇടവും വലവും മുമ്പിലും വാഹനമുണ്ട്, നായ്ക്കളും പൂച്ചകളും ഒക്കെ എടുത്ത് ചാടും, കുട്ടികളൊക്കെ സൈക്കിളുകാരൊക്കെ വഴിയിൽ കൂടെ വരും. എന്നാൽ ഈ ചൂട് മുഖാന്തരം അശ്രദ്ധ തെറ്റി അപകടങ്ങളും ഉണ്ടാകാതെ അവരെ കൃപയിൽ സത്യം നിറഞ്ഞ് സൂക്ഷിച്ച് വളരെ ഉത്തരവാദിത്തം സൂക്ഷിക്കാൻ ദൈവത്തോട് പറയാറുണ്ട്. അല്ലേ? നിങ്ങൾ അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെ നമ്മൾ പറയണം കേട്ടോ. മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിനകത്ത്, മറ്റുള്ള നന്മ കാണുന്നതിനകത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. നിന്നേക്കാൾ ഒരു വ്യക്തി ഉയരുന്നത് കാണുമ്പോൾ, നിന്നേക്കാൾ ഒരു വ്യക്തിക്ക് നന്മ വർദ്ധിക്കുന്നത് കാണുമ്പോൾ, നിന്റെ മക്കളെക്കാൾ നല്ലൊരു ജോലി മറ്റൊരാൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ, അവൻ ഉയർന്ന സാലറി വാങ്ങുമ്പോൾ, അവന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. നിന്റെ അയൽവാസി നല്ലൊരു വീട് പണിയുമ്പോൾ, അവനതിൽ കയറി താമസിക്കുമ്പോൾ, അല്ലെങ്കിൽ നീ സന്തോഷിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തു നോക്കിയാൽ വളരെ സന്തോഷമാണ്. ഞാൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ ജീവിതകാലം എനിക്കൊരു 19 വയസ്സായി കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് വരെ ഒരു നല്ല ഒരു നല്ല വീട് സ്വന്തമായിട്ടൊന്നും പറയാനില്ല. എൻ്റെ ജീവിതം ഇപ്പം ശവക്കോട്ടയിൽ ഞാൻ വർഷങ്ങൾ കിടന്നിട്ടുണ്ട്. ശവക്കോട്ടയിൽ വർഷങ്ങൾ കിടന്നിട്ടുണ്ട് കേട്ടോ. ശവക്കോട്ട എന്ന് പറഞ്ഞാൽ പേടില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഈ പൊതുവശാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അന്നത്തെ കാലത്ത് ജീവിത സ്വഭാവം കൊണ്ട് ചിലപ്പോൾ അന്തിയുറന്നൊക്കെ ആവണം. കാരണം അടിച്ച് ബോധം കിട്ടിയിട്ട് അവിടെ കിടക്കുന്നതാണ്. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ കടത്തുകളിൽ അപ്പുറത്തോട്ടിലൊക്കെ അങ്ങനെ ചെറുഹായം ലേരിയ. ഇപ്പൊ ഞാൻ വിശ്വാസം പറഞ്ഞു 25 വർഷമാണ് തൊട്ട് ഇന്നൊരു വാടക വീട്ടാണ് ലേരിയ കിടക്കുന്നത്. പക്ഷെ എൻ്റെ ചുറ്റിലും എനിക്ക് ഞാൻ താമസിക്കുന്ന പാർക്കം ദേശത്ത് ആരെങ്കിലും നല്ല വീട് പണിത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കില്ലേ തന്നെ അവർക്ക് കിട്ടിയല്ലോ, അവർ നല്ല ഭവനത്തിൽ താമസിക്കും. അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനകത്തൊരു ചിന്ത വരണം. അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. നമുക്കൊന്നും കാണത്തില്ല, നമുക്കൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിന്റെ സന്തോഷം മറ്റുള്ളവരൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ അതിനകത്ത് ദൈവം പ്രസാദിക്കും കേട്ടോ. രക്തം ചെയ്യും. നിങ്ങൾ എങ്ങനെ അതിനെ ഉൾക്കൊള്ളുന്നൊന്നും എനിക്കറിയില്ല. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മോട് കരുണ കാണിക്കും, ദൈവം നമ്മോട് ദയ കാണിക്കുന്നേ. നിന്റെ കഷ്ടത മാറും സഹോദര സൗരി. എന്നെ കേൾക്കുന്ന യുവതിയുവാക്കന്മാരുടെ നിന്റെ കഷ്ടത മാറും. നീ പഠിച്ച് നല്ല നിലയ്ക്ക് ഒരുപാട് ഡിഗ്രിയൊക്കെ എടുത്ത്, ഒരുപാട് ടെസ്റ്റുകളൊക്കെ എഴുതി, ഒരുപാട് ഇന്റർവ്യൂവിനൊക്കെ പോയി ഒരു ജോലി കിട്ടാതെ നീ ഭാരപ്പെട്ടിരിക്കുന്ന അനുഭവമില്ലേ?
നീ പറയാറില്ലേ, ഓ അതൊന്നും എനിക്ക് കിട്ടത്തില്ല, അവർക്കേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നീ മനസ്സ് തകർന്ന വ്യക്തിയാണെങ്കിൽ, അങ്ങനെ നീ ചിന്തിക്കുന്നതിനേക്കാൾ വരിക, എൻ്റെ കർത്താവ് എനിക്ക് ശ്രേഷ്ഠമായൊരു ജോലി തരും, അല്ലേലിയ, എൻ്റെ കർത്താവിനെ അനുഗ്രഹിക്കും, യഹോവയുടെ തിരുമുഖം നിന്റെ മേൽ നിന്നെ കൃപയുള്ളവനാക്കട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിന്നെ സമാധാനം നൽകുമാറാകട്ടെ എന്നൊക്കെ വചനം പറയുന്നവനെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ കഷ്ടത മാറും, സങ്കടം മാറും, വേദന മാറും. വിശ്വസിന് സ്വതന്ത്രം പറഞ്ഞാട്ട് ഇവിടെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. പ്രവേശനോ നമ്മൾ ആ ദൈവത്തിന് വേണ്ടി നമ്മുടെ കഥയൊന്ന് വിട്ടുകൊടുത്താൽ മതി. അല്ലേലിയ. ഒരുപക്ഷെ നമ്മളങ്ങോട്ട് ചോദിച്ചാൽ ഉടനെ ദൈവം തരണമെന്നില്ല കേട്ടോ. അതിനകത്ത് നമ്മൾ കുറെ സഹിഷ്ണുതയുള്ളവരായിരിക്കണം. ചിലർക്ക് ചോദിച്ചാൽ ഉടൻ കിട്ടണം. അല്ലേലിയ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഹോട്ടലിലൊക്കെ കയറിയാൽ പിന്നെ പെട്ടെന്ന് ചായ ഒന്നും കിട്ടില്ല. നമ്മൾ ചായ പറഞ്ഞ് ചിലപ്പോൾ എടുത്തു തരാൻ പറ്റും, ചിലപ്പോൾ 10 മിനിറ്റ് താമസിക്കും, ചിലർക്ക് ഇറങ്ങി പോകും. അല്ലേലിയ. അങ്ങനല്ല, നമ്മൾ ഇച്ചിരി സൗമ്യത, ഇച്ചിരി താഴ്മ, വിനയത്വമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് സമാധാനപരമായി സന്തോഷകരമായി അതിനെ കാണാനും കേൾക്കാനും സ്വീകരിക്കാനും കഴിയും. കൃപയില്ലെങ്കിൽ, സത്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം കുറയുമെന്നേ. പ്രയോജനോ ഇവിടെ ദൈവത്തിന് വചനം പറയാണ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിന്റെ ഓരോ അംശത്തിലും ദൈവകൃപ നിങ്ങൾക്ക് ഉണരുവാൻ, നിങ്ങൾ ഉണ്ടാകാൻ കഴിയണം. കാരണം ക്രിസ്തീയ ജീവിതത്തിന്റെ ഓരോ അംശങ്ങളിലും ദൈവത്തിന്റെ കൃപ നിങ്ങൾ ഉണ്ടാകണം. അല്ലെങ്കിൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നുവെന്ന് എഫേസ്യർ 2:8 കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് സൗജന്യമായി നൽകുന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരർഹതയില്ലായിരുന്നു ദൈവത്തിന്റെ കൃപയ്ക്ക്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം ദാനമായി നൽകിയ കൃപയാണ്. ആ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് പത്രം പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, നമ്മളൊരു കാരണമല്ല, ദൈവത്തിന്റെ ദാനപത്രയാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവവചനം അങ്ങനെയൊക്കെയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അല്ലേ, അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കും. ഒരു വലിയ വാഗ്ദത്തമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുമേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. ഹല്ലേലൂയ. അപ്പം വചനം പറയാണ്, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അന്നത്തെ വിശ്വാസികൾ മാത്രമല്ല, അന്നത്തെ ഹല്ലേലൂയ സ്തോത്രം ജനത്തോട് മാത്രമല്ല, ഹല്ലേലൂയ നമ്മോടും കൂടെയുള്ള ദൂതാണ്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും, ആദിജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇതൊരു വാഗ്ദത്വം ഒക്കെയാ. ഹല്ലേലൂയ. എന്ന് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് എന്ന് പറയും, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിന് ശേഷം അവന്റെ വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തി തുറന്നത് മനുഷ്യരായിരുന്നു നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അല്ലേ, റോമൻ പടയാളികളായിരുന്നുവെങ്കിലും അതിൽ ഇസ്രായേൽ ജനത്തിലുള്ള പങ്ക് ഒട്ടും കുറച്ച് കാണാൻ കഴിയില്ല. കർത്താവായ യേശുവിനെ ക്രൂശിൽ തറച്ചു, അവന്റെ വിലാപ്പുറം കുത്തി തുറന്നത് ഹല്ലേലൂയ റോമൻ പടയാളികളാ. പക്ഷെ അതിന്റെ യഹൂദന്റെ വലിയ പങ്കായിരുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിതം, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇനി നമ്മൾ ക്രൂശിക്കരുത്. നമ്മൾ അതിന് ലോകബോധം വരുത്താൻ നിൽക്കരുത്. കൃപയാൽ രക്ഷിക്കപ്പെട്ട നീയെ കൃപയും സത്യവും കൊണ്ട് ദൈവം നിന്നെ നിറച്ച് നിന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം ഉണ്ടാകണം. ഹല്ലേലൂയ. ഹൃദയം നമ്മെ കുറ്റം വിധിക്കണം എല്ലാ ദിവസവും. ഞാൻ പറയുന്നത്, ചെയ്യുന്ന ഓരോ പാവവും ഹൃദയം ഓർമ്മിപ്പിക്കണം നമ്മെ. ഹല്ലേലൂയ. എങ്കിലേ നമുക്ക് കർത്താവിന്റെ അടുത്ത് ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവാലയത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സ്തോത്രം ജന്മനോ മുടന്തനായവന് തനിക്ക് എന്തെങ്കിലും ലഭിക്കുമെന്ന് ഓർത്ത് പത്രോസിനെയും യോഹന്നാനെയും മുഖത്തേക്ക് നോക്കി. അല്ലേ, അപ്പോൾ ക്രിസ്തുവിന്റെ കൃപ അവൻ ലഭിച്ചു. നമുക്കറിയാം, അപ്പോസ്തലർ 3-ാം അധ്യായം, സുന്ദരമെന്ന ഗോപുര ദേവാലയത്തെങ്കിൽ അമ്മയുടെ ഗർഭമുതൽ മുടന്തനായ ഒരു മനുഷ്യനെ ഭിക്ഷയാചിക്കാൻ കൊണ്ടിരുത്തും.
ഹല്ലേലൂയ. ആ സമയത്താണ് ഹല്ലേലൂയ പത്രോസും യോഹന്നാനും അതുവഴി വരുന്നത്. അല്ല, അവന് വല്ലതും കിട്ടുമെന്ന് കണ്ട് പത്രോസിനെ യോഹന്നാനെ അവൻ ഉറ്റുനോക്കി. ഹല്ലേലൂയ. അപ്പൊ പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ ഈ വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം എന്ന് പറഞ്ഞ് എന്റെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? നടന്നും തുള്ളിയും ദൈവത്തെ സ്തുതിച്ചു. എന്ന് പറഞ്ഞാൽ കൃപ അവന്റെ മേൽ വന്നു, കൃപ അവൻ ലഭിച്ചു. അവന്റെ മുടന്ത് ഒരു നിമിഷം കൊണ്ട് മാറി. ആ സുന്ദരമെന്ന ഗോപുര ദേവാലയത്തിൽ കിടന്ന് 40 വയസ്സുണ്ട്. അടുത്ത അത്യാധി വായിച്ചേക്കണേ. ഒരു നിമിഷം കൊണ്ട് അവന്റെ മുടന്ത് മാറി. കൃപ വന്നപ്പോൾ ഒരു നിമിഷം കൊണ്ട് അവന്റെ മുടന്ത് മാറിയെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ദൈവകൃപ നിന്റെ മേൽ വന്നാൽ ഏത് മാറാരോഗവും മാറും. നീ എത്ര മുടന്ത് പിടിച്ചവനായിരുന്നു, ഉളുക്ക് പിടിച്ചവനായിരുന്നു, നീ എത്ര കഷ്ടതയിലൂടെ കടന്നുപോയ രോഗിയായിരുന്നാലും, സാമ്പത്തിക ഞെരുക്കത്തിനായിരുന്നാലും, നീ എല്ലാവരുടെ മുമ്പിൽ വിടക്കായി നിന്നെ തള്ളിക്കളഞ്ഞാലും, ആമേൻ, ജീവിതത്തിൽ നീ തകർന്ന് നിരാശപ്പെട്ടവനാണ്, കടക്കെണിയിലായിരുന്നാലും, നിനക്കിനി ഉയരുവാൻ കഴിയില്ല, നീ ഇനി ഉയരില്ല, നിന്നെ നീ അസ്തമിച്ചുവെന്ന് ലോകം നിന്നെ വിധി എഴുതിയാലും, നീ സുന്ദരമെന്ന ഗോപുര ദേവാലയത്തെങ്കിൽ ഇരുന്ന മനുഷ്യനെ ഒറ്റ നിമിഷം കൊണ്ട് മുടന്തു മാറ്റിയ ദൈവം നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ ശക്തമായി ദൂത് പറയുന്നത്, നിന്റെ ജീവിതത്തിലെ ആത്മീയ മുടന്തിനെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. നിന്റെ ജീവിതത്തിലെ പരാജയങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുക. നീ ഇന്ന് പകൽ ദൈവത്തോട് സ്തുതിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്താനൊക്കെ കഴിയുന്ന നിന്റെ ഹൃദയത്തിനകത്ത് ആ കൃപ പ്രാപിക്കുക. നിന്റെ കഷ്ടങ്ങൾ മാറും. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം മറുപടി നിനക്ക് തരാൻ പോവുക. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം മറുപടി തരാൻ പോവുക. നീ പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിച്ച വിഷയത്തിന് ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ദൈവം ചില അത്ഭുതം ചെയ്യും. ശരിയ. മുടന്തന്റെ മുടന്തും മാറ്റിയ ദൈവം, മുടന്തന്റെ മുടന്തും മാറിയത് യേശുവിന്റെ നാമമാകുന്ന കൃപ. അല്ലേ? ആ കൃപയ്ക്ക് മുടന്ത് മാറ്റാൻ കഴിഞ്ഞെങ്കിൽ ജോലിയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന നിന്റെ ജീവിതം ജോലി തരാൻ ദൈവം വിശ്വസനാണ്. നിനക്ക് വിസ അനുവദിച്ച് കിട്ടാം, നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വിസ കിട്ടാതെ, നിനക്ക് വിസ കിട്ടാതെ, പുതുക്കി കിട്ടാതെ, പാസ്പോർട്ട് പുതുക്കി കിട്ടാതെ, നിന്റെ സാലറി കിട്ടാതെ, ജോലി ഉയർച്ചയില്ലാതെ, കൃഷിയിൽ ഒരു അഭിവൃദ്ധിയില്ലാതെ, ബിസിനസ്സിൽ നേട്ടമില്ലാതെ, മക്കൾക്ക് നല്ല ഭാവിയില്ലാതെ, അവിടെ ഉപരിപഠനത്തിന് വേണ്ടി വീരാമയെ കരുത്താൻ മാർഗം കാണാതെ, അവിടെ ഫീസ് അയക്കാൻ കഴിയാതെ, നല്ലൊരു വീടില്ലാതെ, മക്കൾ വിവാഹം നടക്കുക, തലമുറയില്ലാതെ നീ ഭാരപ്പെടുകയാണ് സഹോദര സൗരി. ഇന്ന് പകൽ പരിശുദ്ധമാനോട് പറയുന്ന ശക്തമായ ദൂത്, ഹല്ലേലൂയ. ദൈവം മുടന്തന്റെ മുടന്ത് മാറ്റിയതുപോലെ ദൈവം നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പോവുകയാണ്. കൃപ വന്നാൽ എല്ലാം മാറി. സ്തോത്രം. ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? സ്തുതിക്കാൻ പറ്റുമോ നിനക്ക് ദൈവത്തെ? ദൈവം നിന്നോട് വ്യക്തമായി സംസാരിക്കുക. ദൈവം നിന്നോട് വ്യക്തമായ ദൂതുകൾ ദൈവം നിനക്ക് രാവിലെ കൈമാറുക. ചിലരോടൊക്കെ ശക്തമായി പ്രവചനാത്മാവിൽ ദൈവ ദൂതുകൾ കൈമാറുക. പ്രൈസറോ. ദൈവം നിന്റെ ഭവനത്തിന്റെ മുടന്ത് മാറ്റാൻ പോവുക, ജീവിതത്തിന്റെ മുടന്ത് മാറ്റാൻ പോവുക, നിന്റെ കഷ്ടതയെ മാറ്റാൻ പോവുക. അപ്പനും മക്കളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് പരസ്പരം യാതൊരു സഹകരണമില്ലാതെ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോവുക. നീ കടന്നു പോകുന്ന ഏത് മേഖലയിലായിരുന്നാലും അതിനെ ദൈവം നീക്കും. പ്രൈസറോ. ഹൃദയശുദ്ധി നിന്റെ ഉള്ളിൽ വന്നാൽ ദൈവം നിന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. പ്രൈസറോ. കരമടിച്ച് ദൈവത്തിന് സ്തുതിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം പറയുന്നേ. അപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് മുടന്ത് മാറി. അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അവന് മുടന്ത് മാറി. അവൻ എഴുന്നേറ്റ് നടന്നും കുതിച്ചും ആലയത്തേക്ക് ചെന്ന് ദൈവദാസന്മാരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വിവരിക്കുവാൻ കഴിയാത്ത നിലയിൽ ആ മുടന്ത് മാറി ഇവന്റെ ജീവിതത്തിൽ കൃപ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രൈസറോ. അതെ, നീ മുടന്ത് മാറിയൊന്ന് എഴുതേക്കുമ്പോൾ, നിന്റെ കഷ്ടത മാറിയൊന്ന് എഴുതേക്കുമ്പോൾ, നിന്റെ ദൈവം കൃപമേൽ കൃപ കൊണ്ട് പൊതിഞ്ഞ്, ഹല്ലേലൂയ, കൃപയും സത്യത്താലും നിന്നെ നിറച്ച് മറ്റു മനുഷ്യർ നിന്നെ കാണുമ്പോൾ കൃപയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ചിത്തം ചെയ്യും. നിന്റെ കുടുംബത്തെ കൊണ്ടുവരാൻ, നിന്റെ തലമുറയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഇതിന് ഒറ്റ നിബന്ധന, നമ്മുടെ ഹൃദയശുദ്ധി വേണം, വേർപാട്. അപ്പൊ ഇന്ന് കർത്താവ് നിങ്ങളുടെ തന്റെ തിരുമുഖം പ്രകാശിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. നിങ്ങളിൽ തിരുമുഖം പ്രകാശിക്കുമ്പോൾ സമാധാനം ലഭിക്കുന്നു. ദൈവം നൽകുന്നത് ദൈവിക സമാധാനമാണ്. ദൈവം നൽകുന്ന ദൈവിക സമാധാനമാണ്. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുമാറാകട്ടെ എന്നാ. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹമായ തിരുമുഖം സമാധാനത്തെയും സന്തോഷത്തെയും നിങ്ങളുടെ വലിയ കുടുംബത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തിന്റെ തിരുമുഖം അന്വേഷിച്ച് ഉല്ലസിച്ചപ്പോൾ ദൈവം അവനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനം, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ കൃപയും സമാധാനവും നിന്റെ കുടുംബത്തെ ഉയർത്താൻ പോവുകയാണ്. നിന്റെ നന്മയെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ പൗലോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കും ഇങ്ങനെ
പറയുന്നുണ്ട്. 2 Corinthians 13 കർത്താവായ യേശുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ഒരു ആശീർവാദ വചനം നമ്മൾ വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24 വാക്യങ്ങളാണ്. എന്താ? പഴയ നിയമ പുരോഹിതന്മാർ സാജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള ദൈവകൽപ്പന പ്രകാരം ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം നൽകിവെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതെ, ഇന്ന് പകൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടേണ്ട കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങളുടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടിയിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെയും ശൈശവത്തിനും ബാല്യത്തിനും കൗമാര യൗവനത്തിനും വാർദ്ധക്യത്തിനും ആലുവൃത്തിന് അശനയാചകർ ഓർഫനേജുകളുടെ തടവറയിലായിരിക്കുന്ന എല്ലാ ക്യാൻല ഫർണാദിമാരെ ന്യായമാരെ ക്രമസമാധാന വാഗ്നങ്ങൾ നൽകുന്ന എല്ലാ മത നേതാക്കന്മാരെ സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ നിൽക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാരെ കർത്താവേ, അവരെല്ലാം ദൈവരങ്ങളിൽ മനുഷ്യൻ തങ്ങളുടെ അകറ്റും വിട്ട് തങ്ങളുടെ പാപം വിട്ട് മടങ്ങി വന്ന ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ ശുദ്ധീകരണത്തെ പ്രാപിച്ചുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരായി കഷ്ടതയിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിനെ തീരുവാൻ ജനത്തിന്റെ ആത്മീയ കണ്ണു തുറക്കേണ്ടാണ് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലോ. മദ്യത്തിനും മയക്കുമരുന്നിനും വംശനകൾക്ക് ലഹരിപദം അടിമപ്പെട്ട് തീവ്രവാദ ഭീകരവാദ വർഗീയത രാഷ്ട്രീയ പാർട്ടികൾക്ക് അടിമയായി കിടക്കുന്ന ജീവിതത്തിൽ നേരില്ലാതെ കൈക്കൂലി കരിചന്ത പൂർത്തും അഴിമതി ആമി നിറയപ്പെടുന്ന ചെട്ടിക്ക് വ്യഭിചാര വരസ അശുദ്ധി ദുഷ്കാമത്തിൽ കൊട്ടേഷൻ കൂട്ടാസം ഭൂമാൾ വെളിയിലുമായി പിടിച്ചുപറിക്കുക അഴിമതിക്കാർ അടക്കമുള്ള എല്ലാ സ്ത്രീ ഭാവികളെ എല്ലാ അശുദ്ധ ജീവിതം നയിക്കുന്നവരെയും ദൈവമേ ഇന്ന് പകലവർ സമൂഹം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിൽപ്പാൻ ജനത്തിന്റെ ആത്മീയ കണ്ണു തുറക്കണമേ. കൃപയോടെ നിറയ്ക്കണമേ. ഒരു മാനസാന്തരം ജനത്തെ കൊടുക്കണമേ. ലോകമെമ്പാടുള്ള 800 കോടിയിലധികം ജനത്തിന്റെ വിടുതലായി രാജ്യരാഷ്ട്രങ്ങളെല്ലാം ഞങ്ങൾ ദൈവം ഏൽപ്പിക്കുകയാണ്. സകല മുഖത്തും എടുക്കണം. ഞങ്ങളുടെ ദൈവമക്കൾ ദൈവദാസന്മാർ കേരളത്തിൽ ലോക രാജ്യങ്ങളായിരിക്കും എല്ലാ ദൈവമക്കളെയും ക്രൈസ്തവ ഭാഗത്തെ പീഡയിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകളുണ്ട്. ജയിലിൽ കിടക്കുന്നുണ്ട്. അവർക്കെന്റെ കൃപ പകരണമേ പ്രാർത്ഥിക്കുകയാണ്. രോഗികളായിരിക്കുന്നവരെ സൗഖ്യം അയക്കണമേ. വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല മുഖത്തും എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.